കർത്താവിനെ ഭൂമിയിൽ സാക്ഷിക്കുവാനായിട്ട് വലിയ അനുഭവം ഉണ്ടാവും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, 5-ാം അധ്യായം 16 എന്താ വായിക്കുന്നത്? അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. നമ്മുടെ വെളിച്ചം അതാണ് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ചെറിയവരോട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, അത് നമ്മുടെ മാനവും ബഹുമാനവും ഒക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടെ താഴ്മയുടെ അടയാളമാണ്. അതുകൊണ്ട് നമ്മുടെ നല്ല പ്രവൃത്തികളെ അങ്ങനെ കാണുമ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം. അല്ലാതെ നാഴിക 40 വട്ടം കർത്താവിന് മഹത്വം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്ലോറി ടു ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ അതിനോടൊപ്പം തന്നെ അത് വേണം. അതോടൊപ്പം തന്നെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. 1 പത്രോസിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോഴും 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 15-16. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. നമ്മുടെ പ്രത്യാശയെപ്പറ്റി, നമ്മൾ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെപ്പറ്റി ഒക്കെ പ്രതിവാദത്തിന് വരുമ്പോൾ അവിടെ ദേഷ്യപ്പെട്ടൊന്നുമല്ല, ഇറിറ്റേറ്റഡ് ആയിട്ടല്ല, സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ ദൈവത്തെ ഭയപ്പെട്ട്, ദൈവകാര്യമാണ്, ദൈവത്തെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഭയഭക്തിയോടുകൂടി പ്രതിവാദം ഒരുങ്ങിയിരിപ്പീൻ. പിന്നെ പറഞ്ഞെന്താണ്? ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ചെയ്യുന്നവർ, പലപ്പോഴും കണ്ടു, നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന്, അവർ പറഞ്ഞോട്ടെ, അവരെ ലജ്ജിപ്പിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞവനാർ എന്നൊരു ചോദ്യമാണ്. നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. അവസാനമായിട്ട് പറയാനുള്ളത് യൂണിറ്റി ഇൻ ദ ചർച്ച്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇത് ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുന്നവർ എപ്പോഴും കരുതേണ്ട ഒരു പ്രധാന കാര്യമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 2-3 വാക്യങ്ങളാണ്. 4-ാം അധ്യായം 2-3 അതാണ് അവർ പറയുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. എങ്ങനെയാണ് സഭയിലൊരു യൂണിറ്റി വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും. നമ്മൾ എന്തിനു വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു, ആ വിളി നമ്മൾ അറ്റൈൻ ചെയ്യണമെങ്കിൽ അത് വിനയം ഉണ്ടെങ്കിൽ സാധിക്കുള്ളൂ, സൗമ്യത ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ, ദീർഘക്ഷമ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിലൊരു ഐക്യത, നമ്മൾ ഈ പറയുമ്പോഴും ഇത് കേൾക്കാൻ ആത്മാവിൽ ഒരു ഐക്യത നമ്മൾ തമ്മിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഒന്നാണെന്നുള്ള സ്നേഹത്തിലില്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ കയറത്തില്ല. പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. ആത്മാവിൻ്റെ ഐക്യത എവിടെ വരണം? സമാധാനത്തെ തുടർന്നുള്ള ബന്ധം, കൊടുക്കവാങ്ങലുള്ള ബന്ധമല്ല, അല്ലെങ്കിൽ ഒരു പിന്നെ പ്രത്യേകത ഒരാളുടെ താല്പര്യമുള്ളത് കൊണ്ടുള്ള ബന്ധത്തിലുള്ളതല്ല. സമാധാനം, ക്രിസ്തുവിൽ നമ്മൾ കയ്യസൂര്യ കൊടുക്കുന്നതിന് സമാധാന ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് കുറിയലായുസവും എന്ന് പറയുകയും അവിടെ പുരോഹിതൻ പറയും പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ച് ഇതിനെ കർത്താവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുത്തട്ടെ. സമാധാന ബന്ധത്തിൽ നമ്മൾ ഐക്യത സൂക്ഷിക്കുമ്പോഴാണ് ദൈവസാന്നിധ്യം നമ്മളിൽ ഇറങ്ങി വസിക്കുന്നത്. നമ്മൾ പ്രത്യേകം ഓർത്തോണം.
അപ്പോൾ അതാണ് യൂണിറ്റി. അതാണ് സഭയിൽ യൂണിറ്റി വരണമെങ്കിൽ, സഭയിൽ ദൈവസാന്നിധ്യം വരണമെങ്കിൽ ഈ സമാധാനത്തിൻ്റെ ബന്ധത്തിലുള്ള ഐക്യത രൂപപ്പെടണം. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴും, റോമാലേഖനം 12-ാം അധ്യായം 16-ാമത്തെ വാക്യം, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ, അതാണ് ഞാൻ പറഞ്ഞ ഡിഗ്നിറ്റി ആൻഡ് ഹോണർ എന്ന് പറഞ്ഞ്, വലിപ്പം ഭാവിക്കാതെ എളിയവരോടും ചേർന്ന് കൊള്ളുവീൻ ആണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ദൈവസൃഷ്ടിയിൽ എളിയവരായിരിക്കുന്നവരോട് അതാണ് സമഭാവം വിട്ടുകളഞ്ഞിട്ട്, ദൈവത്വം വിട്ടുകളഞ്ഞിട്ട് മനുഷ്യത്വം സ്വീകരിച്ചു പറഞ്ഞതാണ്. ദൈവത്വം വിട്ടുകളയാൻ പറ്റത് എങ്ങനെയാണ് ഒരാൾക്ക്? അത് ആ രക്ഷാചരിത്രത്തിലെ രഹസ്യം അതാണ്. ഇത് തന്നെയാണ് നമ്മൾ ആവർത്തിക്കേണ്ടത്. പറഞ്ഞത് എളിയവരോട് തമ്മിൽ ഐക്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. നമ്മളെ ബുദ്ധിമാനാണ്, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാൻ വലിയ ബിസിനസ് നടത്തുന്ന ആളാണ്, ഞാൻ വലിയ കാറേ നടക്കുന്ന ആളാണ്, ഞാൻ 4 പേരെ അറിയുന്നവരാണ് എന്നൊക്കെ വിചാരിച്ചാൽ ഈ കർത്താവ് പഠിപ്പിച്ച ഈ സൗമ്യതയും താഴ്മയും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല, അത് പ്രാവർത്തികമാകാൻ പറ്റുകയില്ല. ഒരു വാക്യം കൂടെ അവസാനം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിക്കുമ്പോൾ 28-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 11-ാം അധ്യായം 29-ാം വാക്യം, 28അല്ല, 11-ാം അധ്യായം 29-ാം വാക്യം, ഞാൻ സൗമ്യതയും, കർത്താവ് പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ. ദാറ്റ് ഈസ് ദ ബേസിക് നേച്ചർ ഓഫ് ഗോഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താഴ്മയിൽ അല്ലെങ്കിൽ ഈ ഹംബിൾനെസ്, ഹ്യൂമിലിറ്റിയിൽ ഏറ്റവും പെർഫെക്റ്റാണ് ദൈവം. ഗോഡ് ദൈവത്തിൻ്റെ നേച്ചറാണത്. ദൈവത്തിന് ഒരിക്കലും അത് മാറ്റിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. അപ്പോൾ ഈ സൗമ്യതയും താഴ്മയും പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് എൻ്റെ നുകം. എന്തിനു വേണ്ടിയാ? നുകം കെട്ടുന്നത് 2 കാളകളെ നിർത്തിയിട്ട് ഒരു ഉടൻ റോഡ് വെക്കുന്നതിനാണ് നുകമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ നുകം, കർത്താവേറ്റ നുകമുണ്ട്. അത് ചില ചുമതലകൾ കാളയുടെ മേൽ നുകം വെക്കുന്നതെന്നറിയാം, ഭാരം വലിക്കാനാണ്, അല്ലേ? കാളവണ്ടി വലിക്കാനാണ്. അപ്പോൾ ഈ നുകം വെക്കുന്നതിന് ആ ചുമതല കർത്താവിനോടുകൂടെ, കർത്താവ് ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ നമ്മളുടെ അവൻ്റെ കൂടെ നിന്ന് ഏറ്റെടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം വരും. ഞാൻ സൗമ്യതക്ക് അടിവരയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർത്തോണം. നമ്മളുടെ അഹങ്കാരമൊക്കെ വർദ്ധിക്കുമ്പം, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. പിന്നെ പറയാണ്, എൻ്റെ നുകം ലഘുവും എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാവും. അതാണ് എൻ്റെ നുകമെന്ന്. കർത്താവിനോട് കൂടെ ഈ 2 കാളകൾ പോലെ കർത്താവിനോടുകൂടെ, കർത്താവ് ഒരു സൈഡിലുണ്ട്, മറ്റേ സൈഡിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ഈ നുകം വളരെ മൃദുവാണ്, ലഘുവാണ്. മൃദുവും ലഘുവും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്കതൊരു ഭാരമായിട്ട് തോന്നത്തില്ല. പക്ഷേ എൻ്റെ കൂടെ നിന്ന് ഈ ഞാൻ ഒരു സൈഡിലുണ്ട്, നുകത്തിനകത്ത് 2 പേര് വേണം. അതുകൊണ്ട് എൻ്റെ നുകമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എൻ്റെ കൂടെ നിന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് വളരെ മൃദുവും, അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കേണ്ട് ചെയ്ത് കളയാം എന്നൊക്കെ പറഞ്ഞാൽ, ഈ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞ ഭയങ്കര. അതുകൊണ്ടാണ് പറയുന്നത് മദർ ഓഫ് ഓൾ വെർച്യൂസ്. അഗൈൻ ഞാൻ നമ്മുടെ പിതാക്കന്മാർ അണ്ടർലൈൻ ചെയ്യുന്ന മദർ ഓഫ് ഓൾ വെർച്യൂസ്. ഇനിയിപ്പം മാതാവിൻ്റെ പെരുന്നാൾ വരാൻ പോവുകയാണ്. ആ മാതാവിൻ്റെ പെരുന്നാൾ വരുമ്പോൾ മാതാവ് ഒരു വലിയ സാന്നിധ്യമാണ്. ഈ മാതാവിൻ്റെ പെരുന്നാൾ വരുമ്പോൾ താഴ്മ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതിരൂപമാണ്. ക്രിസ്തുവിനോട് കൂടെ
അത്രയും താഴ്മയുടെ ഭാവം പിന്നെ വേറെ ആരിലും കാണുന്നില്ല. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് ഈ ഒരു വേർച്യു, ഈ ഒരു സദ്ഗുണം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകൾ നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തി തമ്പുരാൻ്റെ കൃപയിൽ നിർത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവേ, വിനയം, താഴ്മ, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണല്ലോ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇറങ്ങി വസിക്കണമേ. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങൾ ബലഹീന പാത്രങ്ങളാവുന്നു കർത്താവേ. ഇത് വലിയ രഹസ്യമാകുന്നുവല്ലോ. ആ രഹസ്യം ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള വിനയം ക്രിസ്തുവിലൂടെ വെളിപ്പെടുകയും അതിന് അനുസരണത്തിലൂടെ ഞങ്ങളുടെ മുമ്പ് കാണിച്ചു തരികയും താൻ ഞങ്ങളോടുകൂടെ വസിച്ച് അതിൻ്റെ പൂർണ്ണ രൂപമായി തീരുകയും അന്ത്യകാലത്ത് താൻ തൻ്റെ വിടവാങ്ങൽ സമയത്ത് ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി അതിൻ്റെ പ്രായോഗികമായ കാര്യം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തതിനാൽ നന്ദിയോടെ സ്തോത്രം. നിങ്ങളെ ഒരുവൻ ഒരു വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ ഏറ്റവും അവസാനത്ത് പോയിരിക്കുക. സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടും. തനിക്ക് വേണ്ടി ജീവിച്ചവരും തൻ്റെ കൂടെ നിന്നവരും തൻ്റെ മുഖം വഹിച്ചവരുമായവരെ മക്കളെ അകത്തേക്ക് വരുവീൻ. ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥാനം, ഈ രാജ്യം പ്രാപിപ്പാൻ നിങ്ങൾ കടന്നു വരുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം കേൾക്കുവാൻ ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.